എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2024 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഒരു സമാന്തര ശ്രേണിയിലെ 7-ാം പദം 0, 27-ാം പദം 60 എങ്കിൽ 17-ാം പദം എത്ര? സമാന്തര ശ്രേണി അതായത് എ പി ആവുമ്പോൾ nth ടേം ടി എൻ കാണാൻ വേണ്ടിയിട്ടുള്ള വാക്യം a+n-1 ഇൻറ്റു ഡി ആണ്. ഡി എന്ന് പറഞ്ഞ പൊതുവ്യത്യാസം, എ എന്ന് പറഞ്ഞ ആദ്യത്തെ സംഖ്യ, ആദ്യത്തെ ശ്രേണിയിലെ ആദ്യത്തെ സംഖ്യ ആണ് എ. n-1 n എന്ന് പറഞ്ഞാൽ എത്ര അംഗങ്ങളുണ്ടോ അതാണ്. അപ്പൊ ഞാൻ പറയാം, 7-ാം പദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? T7 എന്ന് പറയണത് a+6d എന്ന് വരും അല്ലെ? 7 - 1 6d എന്ന് വരും. ഇനി 27-ാം പദം എന്ന് പറഞ്ഞാൽ T27 ആണ്. അത് എത്ര വരും? a+26d. ഇത് നമുക്ക് തന്നിട്ടുണ്ട് 0 ആണെന്ന്, ഇത് നമുക്ക് തന്നിട്ടുണ്ട് 60 ആണെന്ന് അല്ലെ? അപ്പൊ ഇതിന്ന് ഇത് മൈനസ് ചെയ്ത എന്ത് വരും? a - a ക്യാൻസൽ ചെയ്ത് പോവും. 26d - 6d എത്രയാണ്? 20d. അതെന്ന് പറയണത് 60 ആണ് വെച്ചെങ്കിൽ ഡി എന്താണ്? 3 അല്ലെ? ഡി 3 ആണ് വെച്ചെങ്കിൽ നമുക്ക് ഇവിടുന്ന് എ കണ്ടുപിടിക്കാം. a = -18 എന്ന് കിട്ടും. അതായത് 6 3 18, ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -18 എന്ന് വരും. അപ്പൊ ഇനി നമുക്ക് എന്താ ചോദിച്ചേക്കണേ? T17 ആണ് ചോദിച്ചേക്കണേ. അത് എത്രയാണ്? a+16d ആണ്. അതായത് എ എന്ന് പറയുന്നത് -18 പ്ലസ് 16d എന്ന് പറയുന്നത് 16 × 3. അത് എത്രയാണ്? 48. 48 - 18 എത്രയാണ്? 30. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 9-ന്റെ 26% പ്ലസ് 15-ന്റെ 42% ഈക്വൽ ടു 27-ന്റെ x% എങ്കിൽ എക്സിന്റെ വില എന്ത്? അപ്പൊ നമുക്ക് നോക്കാം. 9-ന്റെ 26% എന്ന് പറഞ്ഞാൽ 9 × 26/100 പ്ലസ് 15-ന്റെ 42% എന്ന് പറഞ്ഞാൽ 15 × 42/100 ഈക്വൽ ടു 27 × x% x/100. അപ്പൊ ഇതിലെല്ലാത്തിലും 100 ഉണ്ട്. അപ്പൊ ഈ 100 ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പൊ ഇനി എന്താ വരിക? ഇവിടെ നോക്കൂ, ഇവിടെ 3 × 5 ആണ്. ഇതെന്താണ്? 3 × എത്രന്ന് എഴുതാം? 14 എന്ന് എഴുതാം അല്ലെ? അപ്പൊ 3 × 3 9 പുറത്തേക്ക് എടുക്കാം. അപ്പൊ 9 × 26 പ്ലസ് ഇതെന്താ വരിക? 14 × 5 4 5 20 2 70 ഈക്വൽ ടു 27 × x. അപ്പൊ x എന്താ വരിക? 9 × 26 പ്ലസ് 70 എന്ന് പറഞ്ഞാൽ 96/27. ഇതിൽ എത്ര പ്രാവശ്യം പോവും? 3 പ്രാവശ്യം. ഇനി ഇവിടെ 3 പോവും. 3 9 23 6. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സിട്ര പ്ലസ് 20 ക്യൂബ് കാണുക. അതായത് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കാണാനുള്ള വാക്യമുണ്ട്. അതെന്താണ്? n × n+1/2 എന്നുള്ളത് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുകയുടെ വാക്യാണ്. അത് ഹോൾ സ്ക്വയർ ആണ് ക്യൂബുകളുടെ തുക. അതായത് n എന്ന് പറഞ്ഞാൽ എത്ര എണ്ണ ഉണ്ട്? അപ്പൊ ഇവിടെ എന്താണ്? 20 എണ്ണാണ് അല്ലെ? അപ്പൊ 20 × 21/2. ഇത് എത്രയാണ് വരിക? 210 ഹോൾ സ്ക്വയർ. 21 സ്ക്വയർ എത്രയാ? 441. പിന്നെ 2 0. അപ്പൊ ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും യഥാക്രമം 3:5:8 എന്ന അംശബന്ധത്തിലാണ്. അതിന്റെ ഉപരിതല വിസ്തീർണം 1422 സെന്റിമീറ്റർ സ്ക്വയർ ആയാൽ ചതുരക്കട്ടയുടെ ഉയരം എത്രയായിരിക്കും? ഉപരിതല വിസ്തീർണം കാണാനുള്ള വാക്യം അറിയോ? ഉപരിതല വിസ്തീർണം കാണാനുള്ള വാക്യം 2 × ലെങ്ത് × ബ്രെഡ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് × ഹൈറ്റ് പ്ലസ് ലെങ്ത് × ഹൈറ്റ്. അതായത് LBH ആണല്ലോ ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് എന്നുള്ളത്.
അത് ഈ രണ്ടെണ്ണം തമ്മിൽ ഗുണിച്ചിട്ട് കൂട്ടുക. അങ്ങനെയാണ് LB BH LH. അപ്പൊ അതാണ് ഉപരിതല വിസ്തീർണം. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് 2 ഇൻറ്റു യഥാക്രമം അവരുടെ അനുപാതമാണ് തന്നിരിക്കുന്നത് അല്ലെ. അനുപാതം തന്നിരിക്കുമ്പോ ഇത് 3x ആക്കി എടുക്കുക. നീളം 3x എന്ന് എടുക്കുക. വീതി എന്താ എടുക്കുക? 5x എന്ന് എടുക്കുക. ഉയരം എന്താ എഴുതും? 8x എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇതാക്കി എടുക്കാം. അപ്പൊ 2 ഇൻറ്റു 3x ഇൻറ്റു 5x പ്ലസ് പിന്നെന്താണ് 5x ഇൻറ്റു 8x പ്ലസ് പിന്നെന്താണ് 3x ഇൻറ്റു 8x. അപ്പൊ ഇതെന്താണ് വരിക? 3×5 15 അല്ലെ. 15 പ്ലസ് എക്സ് സ്ക്വയർ ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പൊ 2x² ഇൻറ്റു 15 പ്ലസ് 8×5 40 പ്ലസ് 24. അത് എത്രയാണ്? 24 5 29 39 അല്ലെ. 79 അല്ലേ വരിക? 4ഉം 2ഉം 6ഉം 1 7 79 ഇൻറ്റു 2x² എന്ന് പറയണത് അവര് തന്നിട്ടുണ്ട് 1422 ആണെന്ന്. അപ്പൊ ഈ 2 ഇങ്ങോട്ട് കൊണ്ടുപോയ ബൈ 2 ആവും അല്ലെ. അപ്പൊ x² എങ്ങനെ കണ്ടുപിടിക്കുക? 1422 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 79. 2ല് ഇത് എത്ര പ്രാവശ്യം പോവും? 7 1 1 711 എന്നുള്ളത് എത്ര പ്രാവശ്യമാണ്? 9 പ്രാവശ്യം പോവോ നോക്കൂ. 9 × 9 81 8 9 × 7 63 8 71. അപ്പൊ 9 എന്നുള്ളതാണ് ഇവിടെ വരിക. അപ്പൊ 9 എന്നുള്ളത് ഏതായിട്ട് വന്നു? x² ആയിട്ട് വന്നു. അപ്പൊ x എന്ത് വരും? 3 ആയിട്ട് വരും അല്ലെ. x 3 ആണ് വെച്ചെങ്കിൽ ഉയരം എന്തായിട്ടാ നമ്മൾ എടുത്തത്? 8x ആയിട്ടാണ് എടുത്തത്. അപ്പൊ 8 ഇൻറ്റു 3 അത് എത്രയാണ്? 24. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ 18,000 രൂപ സാധാരണ പലിശ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 5 വർഷത്തിന് ശേഷം 6,300 രൂപ പലിശ കിട്ടിയാൽ പലിശ നിരക്ക് എത്രയായിരിക്കും? അതായത് പലിശ സാധാരണ പലിശ കാണാനുള്ള വാക്യം എന്താണ്? I = PNR/100 അല്ലെ. അപ്പൊ ഇതിൽ P എന്ന് പറയുന്നത് മുതലാണ്, N എന്ന് പറയുന്നത് എത്ര വർഷത്തേക്കാണ് എന്നുള്ളത്, ഇത് പലിശ നിരക്ക് റേറ്റ്, ഇത് എന്താണ്? ഇൻട്രസ്റ്റ് അതായത് പലിശ. അപ്പൊ പലിശ എത്ര കിട്ടിയെന്ന് പറയുന്നത്? 6,300 രൂപ ഈക്വൽ ടു എത്രയ്ക്ക്? 18,000 രൂപയ്ക്ക്. അപ്പൊ 18,000 ഇൻറ്റു N എത്ര കാലത്തേക്ക്? 5 വർഷത്തേക്ക്. 6 തന്നിട്ടില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 6/100. അപ്പൊ ഇവിടെ 0 വെട്ടിക്കളഞ്ഞു ഞാന്. അപ്പൊ 6 എന്ത് വരും? 6,300 ഡിവൈഡഡ് ബൈ 180 ഇൻറ്റു 5. 0 ഇവിടെ വെട്ടിക്കളയാം. അപ്പൊ 5 ഇവിടെ എത്ര പ്രാവശ്യം പോകും നോക്കൂ. 1 5 6 30 അല്ലെ. സോറി, 1 5 13 2 10 6 30 126. അപ്പൊ എന്താണ്? 126 18 എത്ര പ്രാവശ്യം പോവും? 7 8 56 5 1 7 7 5 12 126. അപ്പൊ 7 പ്രാവശ്യമാണ്. അപ്പൊ 7% എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു യാത്രയിൽ കാർ ആദ്യത്തെ 3 മണിക്കൂർ സമയം 40 km/മണിക്കൂർ വേഗതയിലും ശേഷിക്കുന്ന 5 മണിക്കൂർ സമയം 48 km/മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചാൽ കാറിന്റെ ശരാശരി വേഗത എത്ര? അപ്പൊ ദൂരം ബൈ സമയമാണ് വേഗത അല്ലെ. ദൂരം ബൈ സമയമാണ് വേഗത അല്ലെ. അപ്പൊ നമുക്ക് ദൂരം കണ്ടുപിടിക്കണം വെച്ചെങ്കിൽ എന്ത് പറയണം? വേഗത ഇൻറ്റു സമയം ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ ദൂരം എത്രയാണ്? 3 × 40 അല്ലെ. 3 × 40 എന്ന് പറഞ്ഞാൽ 120 കിലോമീറ്റർ ആണ് സഞ്ചരിച്ചിരിക്കുന്നത്. പിന്നെ
പിന്നെ പിന്നെ എത്രയാണ്? 5 × 48. അതെത്രയാണ്? 8 5 40, 4 4 5 24 24 240 ഡിവൈഡഡ് ബൈ സമയം എത്രയാണ്? 3 മണിക്കൂറും 5 മണിക്കൂറും. അപ്പൊ 3 + 5 എത്രയാണ്? 8. അപ്പൊ എത്രയാണ്? 360/8. അത് എത്രയാണ് വരിക? 4 8 32. 40 5 8 40. അപ്പൊ എത്രയാണ്? 45 കിലോമീറ്റർ പെർ മണിക്കൂറാണ് അതിന്റെ ശരാശരി വേഗത വരിക. അപ്പൊ ശരാശരി വേഗത കണ്ടുപിടിക്കാൻ നമ്മൾ ദൂരം കണ്ടുപിടിച്ചു. ആദ്യത്തെ 3 മണിക്കൂർ 40 കിലോമീറ്റർ. അപ്പൊ 3 × 40 കണ്ടു. പിന്നെ എന്താണ്? പിന്നത്തെ 5 മണിക്കൂർ 5 × 48. അപ്പൊ ആകെ ദൂരം കണ്ടുപിടിച്ചു. ഡിവൈഡഡ് ബൈ എത്ര സമയമാണോ എടുത്തത് അത്. അപ്പൊ വേഗത കണ്ടുപിടിക്കാൻ സാധിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റാണി ഒരിടത്ത് നിന്ന് തെക്കോട്ട് 20 മീറ്റർ സഞ്ചരിച്ചതിനു ശേഷം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ വരച്ചു വെക്കുക. എന്താണ്? ഇത് വടക്കാണ്, ഇത് തെക്കാണ്, ഇത് കിഴക്കാണ്, ഇത് പടിഞ്ഞാറാണ്. ഇവിടെ നിന്നാണ് ആള് തുടങ്ങണേ. ആദ്യം എന്താ പറഞ്ഞത്? വടക്കോട്ട് എത്ര കിലോമീറ്റർ? ആദ്യം തെക്കോട്ടാണ് സഞ്ചരിച്ചത് അല്ലെ? 20 മീറ്റർ. അപ്പൊ ഇങ്ങോട്ട് 20 മീറ്റർ സഞ്ചരിച്ചു. ഇനി വടക്കോട്ട്, അതായത് പിന്നെയും ഇതിങ്ങനെ തന്നെ ഇങ്ങോട്ട് തന്നെ പോയി. അങ്ങനെ 30 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവിടെ 20 ആയി, ഇവിടെ 10 ആയി അല്ലെ? ഇത് 10 മീറ്റർ ആണ്. ഇനി പിന്നീട് കിഴക്ക് ദിശ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്. അപ്പൊ എന്താണ്? 10 മീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും വടക്കോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞ് 30 മീറ്റർ സഞ്ചരിക്കുന്നു. 30 മീറ്റർ. പിന്നെ എന്താണ്? കിഴക്കോട്ട് തിരിഞ്ഞ് 20 മീറ്റർ. കിഴക്കോട്ട് തിരിഞ്ഞ് 20 മീറ്റർ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ഇങ്ങനെയുള്ള ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടണം? ഇത് ഒരു മട്ടത്രികോണായി കിട്ടണം അല്ലെ? മട്ടത്രികോണായി കിട്ടാൻ വേണ്ടി ഇത് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവിടെ 30 ആവുമ്പോ ഇവിടെയും 30 ആവും അല്ലെ? അപ്പൊ ഇവിടെ എന്താവും? 40 ആയി എല്ലാം കൂടി. ഇവിടെ 10 ആണ്, ഇവിടെ 20 ആണ് വെച്ചെങ്കിൽ ഇതെന്താവും? 30 ആവും. ഇവിടെ 40ഉം ഇവിടെ 30ഉം ആണ് വെച്ചെങ്കിൽ കർണം സ്ക്വയർ എന്താവും? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആവും. അത് എത്രയാണ്? 1600 പ്ലസ് 30 900 അല്ലെ? അപ്പൊ എന്താണ്? 25 2 0 വരും. അതിന്റെ റൂട്ട് എടുക്കണം, അപ്പോഴാണ് കർണം കിട്ടുക അല്ലെ? അപ്പൊ 50 മീറ്റർ. അപ്പൊ എ എന്നുള്ളതാണ് ആൻസർ. ഒന്നുമില്ല, മട്ടത്രികോണം ആണെന്ന് നിങ്ങൾക്ക് തോന്നണം. മട്ടത്രികോണത്തിന്റെ കർണം സ്ക്വയർ എന്ന് പറയുന്നത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മ വേണം. അപ്പൊ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ കിട്ടുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലോക്കിൽ 10:10 എന്ന സമയം കാണിക്കുമ്പോൾ ആ ക്ലോക്കിലെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണേത്? നോക്കൂ, ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ടെങ്കിൽ ഇവിടെയാണ് ഏകദേശം 10 വരിക അല്ലെ? 9 കുറച്ച് നീങ്ങിയിട്ട് 10 വരും അല്ലെ? 10 എന്ന് പറയുമ്പോൾ ഇവിടെ 1 കഴിഞ്ഞ് രണ്ടാമത്തേലാണ് വരിക അല്ലെ? രണ്ടാമത്തേലാണ് വരിക. ഇവിടെ 1 കഴിഞ്ഞ് രണ്ടാമത്തേല് വന്നു. ആദ്യം വരയ്ക്കാം. ഇവിടെ ഒരു ക്ലോക്ക് ആണ് വെച്ചെങ്കിൽ ഇത് 12 ആണ്. ഇവിടെ 11 വരും, ഇവിടെ 10 വരും അല്ലെ? ഇവിടെ 1 വരും, ഇവിടെ 2 വരും. അപ്പൊ ഈ ക്ലോക്കിന്റെ സൂചികൾ എവിടെയാവും? ഇവിടെ ഒരെണ്ണവും ഇവിടെ ഒരെണ്ണവും ആവും അല്ലെ? 10 കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഏത് അവർ ഹാൻഡ് വരിക അല്ലെ? അവർ ഹാൻഡ് ഇതാണ് വരിക. അപ്പൊ ഈ ഒരു കോണാണ് അവര് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ഉള്ള ഇടകള് എത്ര എണ്ണം ഉണ്ട്? 4 ഇടകളുണ്ട്. ഓരോ 5 മിനിറ്റിനും 30 ഡിഗ്രി ആണ്. അപ്പൊ 4 × 30 ഡിഗ്രി എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ്. പക്ഷെ 120 ഉണ്ടോ? ഇല്ല.
കുറച്ചിങ്ങോട്ട് നീങ്ങണം. അതെത്ര നീങ്ങണം? അതായത് ഇതിന്റെ മിനിറ്റ് എത്രയാണ്? 10 മിനിറ്റ്. അതിന്റെ പകുതി, അതായത് 5 ഡിഗ്രി ആണ് ഇങ്ങോട്ട് നീങ്ങിണ്ടാവുക. അപ്പൊ എന്താണ്? 120 മൈനസ് 5 ഡിഗ്രി. അതെത്രയാണ്? 115 ഡിഗ്രി. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം ഇതില് എത്ര ഇടകളുണ്ടോ അത്രയും ഇൻറ്റു 30 ചെയ്യണം. അതായത് ഓരോ 5 മിനിറ്റിനും 30 ഡിഗ്രി ആണ് വരിക. ഓരോ മിനിറ്റിനും എന്ന് പറയുന്നത് 12 അല്ല, ഓരോ 5 മിനിറ്റിനാണ് എത്ര? 30 ഡിഗ്രി. അപ്പോ ഒരു മിനിറ്റിന് എത്ര വരും? 6 ഡിഗ്രി വെച്ചിട്ടാണ് വരിക. ഒരു മിനിറ്റിന് 6 ഡിഗ്രി വെച്ചിട്ടാണ് ഏത് വരിക? ഇവിടെ വരിക. ഇനി അവർ ഹാൻഡ് നീങ്ങണതാണ് ഞാൻ പറഞ്ഞത്. ഈ മിനിറ്റ് ഹാൻഡിന്റെ പകുതി ഡിഗ്രി ആണ് അവർ ഹാൻഡ് നീങ്ങുക. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൂട്ട് ഓഫ് 10 ഇൻറ്റു റൂട്ട് ഓഫ് 2 ക്യൂബ് ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 5 ക്യൂബ് സ്ക്വയർ. ഇത് നോക്കൂ, 5 ക്യൂബ് സ്ക്വയർ ആണ് വെച്ചെങ്കിൽ അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് 5 ക്യൂബ് അല്ലേ? കാരണം 5 ക്യൂബ്, അത് 5 ക്യൂബ് ഇൻറ്റു 5 ക്യൂബ് ആണ് ഇത് അല്ലെ? അതിന്റെ റൂട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു 5 ക്യൂബ് മാത്രമേ വരുള്ളൂ. അപ്പൊ ഇവിടെ 5 ക്യൂബ് ആണ് വരിക. ഇവിടെ എന്ത് വരും? 2 ക്യൂബ് സ്ക്വയർ അതിന്റെ റൂട്ട്, അപ്പൊ 2 ക്യൂബ്. പിന്നെ 10. ഇനി അതിന്റെ റൂട്ട് എടുക്കണം. അപ്പൊ എങ്ങനെയാണ്? നമ്മള് 10നെ ഞാൻ എന്താ എഴുതി? 2 ഇൻറ്റു 5 എന്ന് എഴുതി. 2 ക്യൂബിന് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആണ് അല്ലെ? 5 ക്യൂബ് 5 ഇൻറ്റു 5 ഇൻറ്റു 5 ആണ്. അപ്പൊ ഇവിടെ എത്ര രണ്ടുകളുണ്ട്? 4 രണ്ടുണ്ട്. അപ്പൊ വെളിയിലേക്ക് വരുമ്പോ എത്ര രണ്ടാവും? 2 രണ്ടാവും, പകുതി രണ്ടുകൾ. ഇനി ഇവിടെ 4 5 ഉണ്ട്. അപ്പൊ വെളിയിലേക്ക് വരുമ്പോ എന്താവും? 2 5 ആവും. അപ്പൊ 5 25, 25 2 50, 50 2 100. 100 എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ 125 എന്ന് എഴുതും 5 ക്യൂബിന്. പിന്നെ 2 ക്യൂബിന് 8 എന്ന് എഴുതും. 125 ഇൻറ്റു 8 ചെയ്യും. എന്നിട്ട് ഇൻറ്റു 100 ഇൻറ്റു 10 ചെയ്യും. അങ്ങനെ റൂട്ട് കണ്ടുപിടിക്കും. അപ്പൊ അതൊക്കെ ഭയങ്കര സമയം കഴിയും. അപ്പൊ ഇങ്ങനെ എഴുതിയ വേഗത്തിൽ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 4 പുരുഷന്മാരും 8 സ്ത്രീകളും ചേർന്ന് 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി പൂർത്തിയാക്കുന്നു. അതേ ജോലി പൂർത്തിയാക്കാൻ 3 പുരുഷന്മാരും 7 സ്ത്രീകളും കൂടി 12 ദിവസം വേണ്ടിവരും. എങ്കിൽ 8 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും? 4 പുരുഷന്മാർ, 4 മെന്നും 8 വുമണും എത്ര ദിവസം കൊണ്ടാണ് ചെയ്യേണ്ടത്? 10 ദിവസം ചെയ്യേണ്ട ജോലി ഈക്വൽ ടു 3 പുരുഷന്മാർ 3 മെൻ പ്ലസ് 7 വുമൺ 12 ദിവസം കൊണ്ട് വേണ്ടിവരും. അപ്പൊ ഇൻറ്റു 12 ആണ് ജോലി അല്ലെ? അപ്പൊ ഇനി ഇതിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇപ്പൊ ഇവിടെ ഇതിനെ ഇത്രയൊന്ന് ചെറുതാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഇവിടെ 2 കൊണ്ട് വെട്ടിക്കളഞ്ഞു. അപ്പൊ ഇവിടെയും 2 കൊണ്ട് വെട്ടിക്കളയുക. അപ്പൊ 6 ആവും അല്ലെ? അപ്പൊ എന്താണ്? 4 5 20 മെൻ പ്ലസ് 40 വുമൺ ഈക്വൽ ടു 6 18 മെൻ പ്ലസ് 7 6 42 വുമൺ. അപ്പൊ ഇനി മെന്നിനെ ഒരു സൈഡിലേക്ക് ആക്കാം. 20 മൈനസ് 18 എന്താ? ഒരു 2 മെൻ എന്ന് പറയുന്നത് എത്രയാണ്? 42 മൈനസ് 40 2 വുമണിന് തുല്യമാണ്. അപ്പൊ മെന്നും വുമണും തുല്യമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി എന്താ പറയണേ? ജോലി എത്രയുണ്ട്? 4 മെന്നും 8 വുമണും. അപ്പൊ 4 മെന്നിന് പകരം എന്താണ്? 4 മെന്നും 8 വുമണിന് പകരം 8 മെൻ തന്നെ ഞാൻ എഴുതി. 4 മെൻ പ്ലസ് 8 മെൻ 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയാണ്. അപ്പൊ ആകെ ജോലി എത്രയാണ്? അതായത് 12 മെൻ 10 ദിവസം കൊണ്ട് ചെയ്യണ ജോലി. അതായത് 12 ഇൻറ്റു 10 ആണ് ആകെ ജോലി. അതായത് 120. അത് 8 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ചെയ്യും? അതായത് 120നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം.
അത് എത്രയാണ്? 1 8 8 5 8 40. അപ്പൊ 15 ദിവസം എന്നുള്ളതാണ് ആൻസർ കിട്ടുക. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും മനസ്സിലാകാത്തത് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ എക്സ്പ്ലനേഷൻ നമുക്ക് വേറെ വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ കമന്റും ഓരോ ലൈക്കുമാണ് എനിക്കുള്ള ഊർജം. അപ്പോഴാണ് ഞാൻ കൂടുതൽ നിങ്ങളുടെ മുന്നിലേക്ക് പല ക്വസ്റ്റ്യൻസ് എത്തിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.